സെയിം ഓഫീസാ. യെസ്, ഇവന്റെ ജൂനിയർ ആയിരുന്നു ഞാൻ. അതെ. 4 മാസം ജൂനിയർ. 4 മാസം 3 മാസം. ഫസ്റ്റ് മലയാളി പെൺകുട്ടിയായിരുന്നു ആ ഓഫീസിൽ ഞാൻ. ഇവര് കുറച്ച് കോഴിക്കോട് സീനിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഫസ്റ്റ് മലയാളി കുട്ടി. സോ ഉറപ്പായിട്ടും നമ്മള് ആദ്യം പോയിട്ട് മിണ്ടുന്നതും സംസാരിക്കുന്നതൊക്കെ ഈ ഒരു ടീമിന്റെ അടുത്തായിരിക്കും. മലയാളീസിലൂടെ ആയിരിക്കുമല്ലേ? മലയാളീസ് അങ്ങനെ ആയിരിക്കുമല്ലോ. പിന്നെ അങ്ങനെ കമ്പനിയായി, ഫ്രണ്ട്ഷിപ്പായി, പിന്നെ അതൊരു കട്ട ഫ്രണ്ട്സ് ആയി. പിന്നെ ഓക്കെ, അതിലും അപ്പുറം എന്തൊക്കെയോ ആണെന്ന് തോന്നി. അപ്പൊ ഞാനൊരു ദിവസം ഫ്രണ്ടിന്റെ റൂമിൽ ഉണ്ടായിരുന്നപ്പോ അവിടുന്ന് പറഞ്ഞു നമുക്ക് ഫ്യൂച്ചർ ഉണ്ടോന്ന്. പക്ഷെ ഇവിടെ ഉള്ളിലുണ്ടായിരുന്നു. പിറ്റേ ദിവസം വരെ എന്നെ അവോയ്ഡ് ചെയ്തു. എന്നാലും എന്നെ പിറ്റേ ദിവസം മുതൽ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതെനിക്ക് സഹിച്ചില്ല. അപ്പൊ ഞാനൊന്നും നോക്കിയില്ല, പോയിട്ട് ഇഷ്ടം തോന്നി. പിന്നെ ഞങ്ങളതാ ഇവിടെ എത്തി. Go with the flow എന്ന് പറഞ്ഞു. ഒരു ടാഗ് ഒന്നും കൊടുക്കണ്ട, ബട്ട് പറഞ്ഞു. പിന്നെ 1 മാസം ആയപ്പോഴേക്കും ഓക്കെ. ഇപ്പൊ 3 വർഷം ആവാറായി. കല്യാണം കഴിഞ്ഞു. താലി കിട്ടുമ്പോ ഇവള് കരഞ്ഞു. കരഞ്ഞില്ല, ചെറുതായി കണ്ണു. എല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടിയില്ല, ബട്ട് പെട്ടെന്ന് കണ്ണൊക്കെ നിറഞ്ഞു. അതെ, ഞാൻ കുറെ നേരം നോക്കി നിന്നു. ഞാൻ എന്നിട്ട് എന്റെ വീട്ടുകാരോട് പറയാം ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് അവളെ കണ്ടിട്ട് വരാന്ന്. ഇല്ല, എന്റെ ഫാമിലി മൊത്തം വരണം, എന്നാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ പറഞ്ഞു. അവിടെ കുറെ ബ്രൈഡ്സ് ഉണ്ട്, അവരെല്ലാരെക്കാളും കാണാൻ നിന്റെ രസമുണ്ട് എന്ന് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അല്ല, സത്യമായിട്ടും എനിക്ക് അങ്ങനെ തോന്നി. ഐ മീൻ ഡ്രസ്സിംഗ് ആയാലും മേക്കപ്പ് ആയാലും എല്ലാം എന്നത് പറഞ്ഞു. പൊൻകുഞ്ഞാണല്ലോ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാനിവളെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകല്ലേ. കാരണം ഇവള് കുറെ പ്രാവശ്യം പറയണ്ട എന്റെ കാർ കയറണം, കുറെ ദൂരം സഞ്ചരിക്കണം എന്നൊക്കെ. അതുകൊണ്ട് അവളെ വീട്ടിൽ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. അഞ്ജുവിന് ഞാന് അക്ഷയിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അക്ഷയ് എപ്പോഴും ചോദിക്കും ഞാനും അഞ്ജുവും തമ്മിൽ ലവേഴ്സ് ആണോ. ഞങ്ങള് നൈറ്റിൽ ഒരു 12-1 മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിക്കുമ്പം അക്ഷയ്ക്ക് അറിയാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവും. ഞങ്ങൾ അടി ഉണ്ടാക്കും, അവൾ എന്നെ ബ്ലോക്ക് ചെയ്യും. പക്ഷെ എത്രയൊക്കെ കഴിഞ്ഞാലും ഞങ്ങൾക്ക് മിണ്ടാണ്ടിരിക്കുമ്പോൾ ഭയങ്കര വിഷമം. ഇപ്പൊ തന്നെ ഞങ്ങൾ തമ്മിൽ ചെറിയൊരു മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഇമോഷണലായി സത്യം പറഞ്ഞാല്. അതുപോലെ തന്നെയാണ് ഞാൻ അവൾക്കും. അപ്പം ഞങ്ങൾ അക്ഷയിന്റെ എന്റെ ആങ്ങളയുടെ ഭാര്യ എന്നുള്ളതിലപ്പുറം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. ചക്കൊരു പാവാണ്, വളരെ പാവമാണ്. അപ്പൊ എനിക്ക് തോന്നി മറ്റേ അഞ്ചുമായിട്ട് നന്നായി സെറ്റായി നന്നായിട്ട്. അവള് കുറച്ചും കൂടെ നന്നായിരുന്നു കേൾക്കും. അതെ, കേൾക്കും. ഭയങ്കര പേഷ്യൻസ് ആണ്. ഞാനൊക്കെ എന്റെയൊക്കെ ദേഷ്യം എന്ന് പറഞ്ഞാ അത് ഭയങ്കര എക്സ്ട്രീമാ, ബട്ട് ഭയങ്കര പേഷ്യൻസ് ഉണ്ട്. ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാ. നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, ഓക്കെ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന്. അത് ഉണ്ട്. ഗ്രേറ്റ്. താങ്ക് യു. അവർ ഇതുപോലെ തന്നെ അടിപൊളിയായിരിക്കട്ടെ. അതെ,
And we all hope they have a happy married life. Happy married life, Anju and Akshay. Akshayna. All the best. All the best. അക്ഷയ്ക്കും അഞ്ജനക്കും 1000 എല്ലാവിധ ആശംസകൾ നേരുന്നു. ಸ್ವರವೆಲ್ಲ ನಲಿದಿವೆ ಕೇಳು ಯಾರೇ ವರನೆಂದು ನಗುತ್ತಿವೆ ನೋಡು ಪರಿಚಯ ಪರಿಧಿ ಮೀರುವ ವರುಷ ಪರಿಣಯ ಪದವ ಹಾಡು ಹರುಷ ಮಾಂಗಲ್ಯಂ ತಂತು ನಾನೇನ माङ्गल्यं तन्तुनानेन माङ्गल्यं तन्तुनानेन मम जीवनहेतुना माङ्गल्यं तन्तुनानेन मम जीवनहेतुना नाद स्वरवेल्ल नलिदिरलु यारे वरनेंदु नगुತ್ತಿರಲು ಪರಿಚಯ ಪರಿಧಿ ಮೀರುವ ವರುಷ ಪರಿಣಯ ಪದವ